ദൈവമേ കൈത്തോഴാൻ കേൾക്കുമാറാകണം. പാപമാമെന്നെ നീ കാക്കുമാറാകണം. എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം. നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം. നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം. നേർവരും സങ്കടം ഭസ്മമായി തീരണം. ശ്രീ ജയചന്ദ്രന് അശ്രുപൂജ. ആ പൂങ്കയിൽ ശ്രുതി താഴ്ത്തി, ശാരദ നിലാവ് തിരുതാഴ്ത്തി, ആ ഭാവഗായകൻ ഉറക്കമായി. നമ്മുടെ ജീവിതത്തെ ശബ്ദം കൊണ്ട് അത്രമേൽ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ് ഗായകർ. കാലങ്ങൾ ഏറെ കഴിഞ്ഞാലും അത് മനസ്സിൽ നിന്നും മായില്ല, മറയില്ല. മലയാള സിനിമാ ഗാനശാഖയിലെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന ശ്രീ ജയചന്ദ്രൻ ഇന്ന് നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മയായി മാറിയിരിക്കുന്നു. സ്മൃതി തൻ ചിറകിലേറി ചേന്നമംഗലത്ത് പാലിയത്തെ തറവാടിൻ്റെ നാലുകെട്ടിൻ്റെ ചുമരിൽ മൺമറഞ്ഞ മറ്റു കുടുംബാംഗങ്ങൾക്ക് ചിത്രങ്ങൾക്ക് ചുവടെ 131-ാമനായി ജയേട്ടൻ്റെ ചിത്രവും ചേർക്കപ്പെട്ടു. കാലമേറെ പിന്നിട്ടാലും ജനമനസ്സുകളിൽ ആ മാന്ത്രിക സ്വരത്തിന് മരണമില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ ചിത്രങ്ങളിൽ എന്നും ജയചന്ദ്രൻ്റെ ഗാനങ്ങൾ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. രാധ എന്ന പെൺകുട്ടിയിലെ കാട്ടുകുറിഞ്ഞി പൂവും ചൂടി, കേൾക്കാത്ത ശബ്ദത്തിലെ നാണം നിൻ കണ്ണിൽ, ചിരിയോ ചിരിയിലെ സമയരഥങ്ങളിൽ നമ്മൾ, പ്രശ്നം ഗുരുതരത്തിലെ പാലാഴി പൂമങ്കെ. ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ തന്നെ സംഗീത സംവിധാനത്തിൽ കുറിപ്പിൻ്റെ കണക്ക് പുസ്തകത്തിനു വേണ്ടി പാടിയ ഏതൻ താഴ്വരയിൽ, ഞാൻ സംവിധാനം ചെയ്യും എന്ന ചിത്രത്തിലെ മറന്നോ സ്വരങ്ങൾ എന്നിവ ചിലത് മാത്രം. ജയചന്ദ്രൻ ഗാനങ്ങളുടെ ആലാപനത്തിന് മുമ്പ് ഭാവഗായകനായ ജയചന്ദ്രനെ പറ്റി തനിക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുവാൻ റോസസ് ദ ഫാമിലി ക്ലബിൻ്റെ ഫൗണ്ടറായ ശ്രീ ബാലചന്ദ്ര മേനോൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്ക് എങ്ങനെ ഇത് തുടങ്ങണം എന്നുള്ളതിൽ ഒരു ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്. എന്തെന്നാൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ആൾ ഇപ്പോൾ ഈ ഭൂമിയിലില്ലല്ലോ എന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമയിൽ വന്നിട്ട് എല്ലാം കൂടെ കണക്കൂട്ടി പത്രപ്രവർത്തനം, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം കൂടെ ചേർത്തെടുത്താൽ ഏതാണ്ട് അടുത്ത വർഷമാകുമ്പോൾ 50 വർഷമാവും. ആരോ പറയുന്ന പോലെ കണ്ടാൽ തോന്നുകയില്ല എന്ന് പറയുന്ന പോലെ ആൾക്കാർ പറയുമെങ്കിൽ ഇത്രയൊക്കെ ജോലി ഞാൻ ഈ ചുരുങ്ങിയ കാര്യത്തിനുള്ളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചലച്ചിത്ര ജീവിതത്തിൽ രണ്ടാമത്തെ ചിത്രമായിരുന്നു രാധ എന്ന പെൺകുട്ടി. അതിൽ തന്നെ ജയൻ ആയിട്ടുള്ള എൻ്റെ ഒരു ഗായകനായിട്ടുള്ള ബന്ധം ആരംഭിക്കുകയാണ്. പിന്നെ ഇവിടെ നേരത്തെ ധനിയ പറഞ്ഞ പോലെ എൻ്റെ പടത്തിലെ പാട്ടുകൾ ഒരു പടം എടുക്കുമ്പോൾ എപ്പോഴും അറിയാതെ ജയചന്ദ്രൻ ആ ഒരു പാട്ട് പാടണം എന്നൊരു നിർബന്ധബുദ്ധി എനിക്ക് തോന്നുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജയനുമായിട്ട്, ഞാൻ ഈ ജയൻ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം എന്നെക്കാൾ ഏതാണ്ട് ഒരു 10-12 വയസ്സിന് മീതെ പ്രായമുള്ള ആളാണ്. പക്ഷേ ഞാൻ ജയനെ വിളിച്ചിട്ടുള്ളൂ. എനിക്കല്ല ജയേട്ടനൊന്നും വിളിക്കാൻ പറ്റുകയില്ല. അപ്പം ഞാൻ അതാലോചിച്ച് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? ജയൻ വിരോധമില്ല. പക്ഷേ ഞാൻ ആലോചിക്കും, ദാസേട്ടനെ ഞാൻ ദാസേട്ടനെ വിളിക്കാറുള്ളൂ. അപ്പം ഞാൻ ഉത്തരം കണ്ടുപിടിച്ചു. എന്താ വെച്ചാൽ ജയനോട് എനിക്കുള്ള അടുപ്പമെന്ന് പറയുന്നത് സൗഹൃദമാണ്. സൗഹൃദത്തിൽ അധിഷ്ഠിതമാണ് ആ ബന്ധമെങ്കിൽ ദാസേട്ടൻ വരുമ്പോൾ അതിനകത്തൊരു ബഹുമാനം കൂടെ വരും. അപ്പോൾ ആ ബഹുമാനം വരുമ്പോൾ വീട്ടിലെ കാരണവരെ കാണുമ്പോൾ അറിയാതെ എഴുന്നേറ്റ് പോകുന്ന രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളും ഒരേ കാലത്ത് പഠിച്ചവരും ഒരേ സമയത്ത് സ്കൂൾ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ശാസ്ത്രീയ സംഗീതത്തിനും ഇദ്ദേഹം ലളിതഗാനത്തിനുമൊക്കെ സമ്മാനം വാങ്ങിച്ച ചരിത്രമുണ്ട്. അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു ബന്ധമാണ് ഞാനും ജയചന്ദ്രനുമായിട്ട്. ചുരുങ്ങിയ ഈ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായി. കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം അറിയപ്പെട്ടത്, പ്രീ ഡിഗ്രിക്ക് ഫാത്തിമ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അറിയപ്പെട്ടത് ഒരു പാട്ടുകാരൻ എന്ന രീതിയിലാണ്. ആദ്യം എനിക്ക് കിട്ടിയ ക്ലാസ് ഫാത്തിമ കോളേജിൽ ഓഡിറ്റോറിയത്തിൽ കിട്ടിയ ക്ലാസ് ഗായകൻ എന്ന രീതിയിലാണ്.
അവിടെ ഞാൻ മിക്കവാറുമൊക്കെ പാടിയിരുന്ന പാട്ടുകൾ ഏറെയും ജയചന്ദ്രൻ്റെ പാട്ടായിരുന്നു. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. നമുക്ക് പാടാൻ എളുപ്പമുള്ള, ഇമ്പമുള്ള, ഒഴുക്കുള്ള പാട്ടുകൾ അതായിരുന്നു ജയചന്ദ്രനെ ഭാവഗായകനാക്കിയത്. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ കോളേജിൽ എനിക്ക് പേരുണ്ടാക്കി തന്ന കൂട്ടത്തിലും ജയചന്ദ്രന് നല്ല പങ്കുണ്ട്. അന്നറിയില്ല പുള്ളിയെ. ഞാൻ ആദ്യമായിട്ട് ജയചന്ദ്രനെ കാണുന്നത് തന്നെ കൊല്ലത്ത് ശാരദാമഠത്തിലൊരു ഗാനമേളയ്ക്ക് വന്നപ്പോൾ ദൂരെ രാത്രിയിൽ ഒരു 11 മണിക്ക് ആകുമ്പോഴാണ് പുള്ളിയെ കാണുന്നത്. പിന്നെ പത്രക്കാരനായപ്പോൾ ഞാൻ 1-2 തവണ കണ്ട് ഇൻ്റർവ്യൂ ചെയ്തു. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീകുമാരൻ തമ്പിയുടെ വീട്ടിൽ അണ്ണാനഗറിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ പുള്ളിയെ കാണുന്നത്. അങ്ങനെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ഇത്രയുള്ള പൊക്കമെന്ന് തോന്നി. ആദ്യം എല്ലാം പുള്ളി എല്ലാവരും ഒരു ഉരുണ്ട രൂപമാണല്ലോ. തമ്പിച്ചേട്ടനാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ സിനിമയിൽ സംവിധായകനായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മദ്രാസിൽ പോകുമ്പോൾ താമസിക്കുന്നത് പാങ്ക്രോ ഹോട്ടലിലാണ്. അപ്പോൾ അവിടെ ഞാൻ താമസിക്കുമ്പോൾ ജയൻ അവിടെ രാവിലെ കാപ്പി കുടിക്കാൻ വരും, ബ്രേക്ക്ഫാസ്റ്റ്. ഞാനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പുള്ളി നേരെ എൻ്റെ മുറിയിലേക്ക് കയറി വന്നാൽ ഞാൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സത്യം വിശ്വസിക്കത്തില്ല നിങ്ങൾ, ഒരു ഫുൾ ഡേ എല്ലാം പാടിക്കൊണ്ട് ഇത്രയും പാട്ട് പാടാൻ ഇത്രയും എനർജി പ്രകടിപ്പിക്കുന്ന വേറൊരു ഗായകനില്ല. നമ്മളൊരു പാട്ടിൻ്റെ ഒരു ചെറിയൊരു തുടക്കം കൊടുത്താൽ ബാക്കി പുള്ളി കംപ്ലീറ്റ് ചെയ്യും. അത് ഈ പുള്ളി പാടുമ്പോൾ പുള്ളി ഇങ്ങനെ കണ്ണുടച്ചോ ആയും തുറന്നിരുന്ന് പാടുന്നത് കാണാൻ നല്ല കലയാണ്. ആ പാട്ടിൻ്റെ എല്ലാ ആരോഹണം അവരോഹണവും ജയൻ്റെ മുഖത്ത് വരും. നമ്മളെ അങ്ങ് വേറൊരു ലോകത്തിലേക്ക്. പിന്നെ ജയന് കണ്ട ഞാൻ ഏറ്റവും വലിയൊരു ക്വാളിറ്റി, ഒരിക്കലും സ്വന്തം പാട്ടിനെ പറ്റി ജയൻ പറയാറേയില്ല. ഞാൻ ഇന്ന പടത്തിൽ പഠിക്കും, ഞാൻ കേട്ടിട്ടേ ഇല്ല. അതേ സമയത്ത് മറ്റുള്ളവരുടെ പാട്ടുകൾ ഇത്രയും ശ്ലാഘിക്കുന്ന ഒരു പാട്ടുകാരൻ. അതിൽ പ്രത്യേകിച്ച് റാഫി, സുശീലാമയായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. എന്താ ഇഷ്ടമാണ് ആ സുശീലാമയുടെ ആ പാട്ട്, എന്താല്ലേ അത് ആ പുള്ളി അങ്ങ് ഇൻവോൾവ് ചെയ്താൽ പറയുന്നത്. അത് ആണ് പാടുന്നു പെണ്ണ് പാടുന്നു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എത്രയോ ദിവസങ്ങളിൽ പാങ്ക്രൂവിൽ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ ഭാഗ്യം മറ്റു പലരും കിട്ടിക്കാണത്തില്ല. എനിക്ക് വർക്കൊന്നും ഇല്ലെങ്കിൽ ജയനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജയൻ വെറുതെ ചുമ്മാ അങ്ങനെ നമ്മളെന്ന് ഈ മാവിനാടുമ്പോൾ കൈകൊണ്ട് മാടുന്ന പോലെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, പുള്ളി അവിടെ നിന്ന് പിടിച്ചോളും. അത് പാടുന്തോറും പുള്ളിക്ക് ഊർജ്ജം കൂടും. അതുപോലെ എൻ്റെ ഒരു അഭിപ്രായമാണ്, പുള്ളി പ്രായമായി അങ്ങോട്ട് എന്താന്ന് പറയുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് നീങ്ങേണ്ട കാലഘട്ടം അടുത്ത് വരുന്തോറും ഞാൻ കണ്ടത് പുള്ളിയുടെ ശബ്ദം ചെറുപ്പമായി തുടങ്ങി. അകലെ നിന്നെങ്കിലും എൻ്റെ കിരണങ്ങൾ പുണരുന്നു എന്നും നിന്നെ, കിരണങ്ങൾ പുണരുന്നു എന്നും നിന്നെ. ഭയങ്കരമാണ്. ചില പാട്ടുകൾ ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ, ചില പാട്ടുകളെ കാണുമ്പോൾ ആ ശബ്ദത്തിന് ഇപ്പോഴും ഉള്ള ആ ഒരു യൗവനം, അത് പ്രായിരിക്കുന്ന വേറെ ഒരു പ്രായാധിക്യം ബാധിക്കുമുണ്ടാകുന്ന പറയലോ ഒന്നും പുള്ളിയുടെ ശബ്ദത്തെ ബാധിച്ചിട്ടില്ല. ശരിക്കും യൗവനത്തിലാണ് ജയചന്ദ്രൻ്റെ ശബ്ദം നിന്നിരിക്കുന്നത്, അല്ലേ? തോന്നില്ലേ ഞാൻ പറഞ്ഞത്? നമ്മളെ ചിരിപ്പിക്കുന്ന ദേഷ്യക്കാരനായിരുന്നു പുള്ളി. എന്താ പറയുക, പുള്ളിയുടെ ദേഷ്യം കൊണ്ട് നമുക്ക് ദേഷ്യം വരത്തില്ല, നമുക്ക് ചിരി വരും. ഞാൻ ഒരിക്കൽ കോട്ടയത്ത് വെച്ച് ഞാൻ യാദൃശ്യമായിട്ട് ഞാൻ ജയചന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ കൂടെ ഞാൻ പങ്കെടുക്കുന്നുമില്ല, പക്ഷെ ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രോഗ്രാം തുടങ്ങുമ്പോൾ നിങ്ങളോ വാ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിരിക്കും. നല്ല പ്രോഗ്രാം, ഞാൻ ആ പാട്ട് പാടുന്നുണ്ട്, ഈ പാട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉന്മിഷിതനായി. അങ്ങനെ ഞാനും ചെന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ സംഘാടകരെന്ന് പറഞ്ഞു, അതിന് സാറ് വന്നിട്ടുണ്ടല്ലോ, അപ്പം ജയചന്ദ്രൻ്റെ ഗാനമേളയ്ക്ക് മുമ്പ് ഒരു 2 വാക്ക് ഒന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എന്താ പറയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പോലെ ജയചന്ദ്രൻ്റെ പേര്. അതെ, ഭയങ്കര ക്രൗഡ്. എല്ലാം ഇപ്പോഴത്തെ അവസ്ഥയിൽ പിള്ളേർ കൂട്ടമാണ്, അല്ല പ്രായമായ ആൾക്കാരൊന്നും അല്ല. അപ്പം ജയൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാനൊരു കുറച്ച് നല്ല കാര്യങ്ങൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ എൻ്റെ കൂട്ടുകാരനാണ്, ഞങ്ങൾ കോളേജിൽ വെച്ച് കാണാതെ കണ്ടതും ഇഷ്ടപ്പെട്ടവരുമാണെന്നൊക്കെ പറഞ്ഞ് ക്രൗഡെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന ജയചന്ദ്രൻ്റെ പാട്ട് കേൾക്കാനാണ്. ഞാൻ ഇടയ്ക്ക് ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യ ഗാനം ആലപിക്കാൻ വേണ്ടി നമ്മുടെ ഭാവഗായകനായ ജയചന്ദ്രനെ ഞാൻ ക്ഷണിച്ചുകൊള്ളു. അപ്പോൾ പുള്ളി ഉരുണ്ട് വന്നു, മേക്കെടുത്തു. ആൾക്കാർക്ക് എന്താ പറയുക, അവർക്ക് കാരണമുണ്ടല്ലോ കൈയടിക്കാനും പോകാനും. അപ്പോൾ ജയചന്ദ്രൻ കയറി വന്നപ്പോൾ ആ നടത്തിയുടെ എന്തോ കണ്ടിട്ട് കുറേ പേര് ചിരിക്കുകയും കുറേ പേര് കൂവുകയും ചെയ്തു.
ആ കൂവൽ അഡ്മിറേഷനാണ്, അല്ലാതെ മോശമാക്കിയിട്ടുള്ളതല്ല. നമുക്ക് വേണം ബുദ്ധി അതിന്. അപ്പം എനിക്കൊന്ന് പുള്ളിയുടെ ഒരു പാലിയത്തെ ഒരു കുടുംബാംഗം എന്ന രീതിയിൽ പുള്ളിക്ക് കൂടെ ഇഷ്ടപ്പെട്ടോ സംശയമുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ ശ്രദ്ധിച്ചില്ല, ഞാനിത് അതൊന്നും അറിയുന്നില്ല, അവിടെ നിന്നു. അപ്പം ഞാൻ വേദി നിൽപ്പുണ്ട്. അപ്പം ഭയങ്കര ബഹളം ഉണ്ടാക്കുക. അപ്പോൾ പുള്ളി പെട്ടെന്ന് കൈകൊണ്ട് ആ ആ ആ ആ ചേട്ടാ ചേട്ടാ വിളിക്കുക. ആ ആ ആ ആ ആ കരിമൂൽക്കാട്ടിൽ പറഞ്ഞേ. എന്താ പറഞ്ഞു? കരിമൂൽക്കാട്ടിലെ പാടണോ? പാടില്ല, ഞാനിത് പാടില്ല. ഞാൻ ആ പാട്ടൊന്നും പാടുന്ന പ്രശ്നമില്ല. നിൽക്കുന്നോ പോകുന്നോ? ഹാപ്പി. ഞാൻ പെട്ടെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കേണ്ട വിധം പുള്ളി അതിനെപ്പറ്റിയൊന്നും ഒരു ബോധലക്ഷണമില്ല. ഞാൻ എൻജോയ് ചെയ്തു, അവരും എൻജോയ് ചെയ്ത് കാണാൻ. അല്ല, പുള്ളി പറഞ്ഞ രീതി അങ്ങനെയാണ്. അപ്പോൾ എനിക്കതൊരു ഓർമ്മയുണ്ട്. അന്ന് എനിക്കറിയാം പുള്ളിയുടെ പ്രത്യേക ഒരു എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്കാണ് പുള്ളിയുടെ കാര്യത്തിൽ. കുട്ടികളുടെ മനസ്സാണ്, അത് വേറെ കാര്യം. എൻ്റെ പടങ്ങളിൽ പിന്നീട് ശേഷം കാഴ്ചയിൽ എന്നൊരു സിനിമയിൽ അദ്ദേഹം പാടാനുണ്ടായിരുന്നു. അതിനകത്ത് ഒരു താരാട്ട് പാട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. മോഹം കൊണ്ട് ഞാൻ ദൂരെയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. അപ്പോൾ അത് ജാനകിയമ്മയാണ് പാടിയത്. പടത്തിലേക്ക് പാടി കഴിഞ്ഞപ്പോൾ ഒരു ഡിസ്കഷൻ വന്നു. അപ്പം അന്ന് ഈ കാസറ്റ് കച്ചവടക്കാരൊക്കെ ഉള്ള സമയമാണ്. അവർ നമുക്ക് ഒരു പാട്ടുകൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ നമുക്ക് വിപണനത്തിനുള്ള എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ജയചന്ദ്രൻ ഉണ്ടെന്നല്ല, ഞാൻ ചെന്നപ്പോൾ നമുക്ക് പാടിക്കാം. ഞാൻ ജയനെ വിളിക്കുന്നു, ജയൻ വലിയ സന്തോഷത്തോടെ വരുന്നു. ജയനും ആ പാട്ട് പാടും. മോഹം കൊണ്ടു ഞാൻ ദൂരെയേതോ ഈണം പൂത്തനാൾ മധു കേടിപ്പോയി. ജയനും ആ പാട്ട് പാടി പോയി. ഇപ്പം ജയനോട് ഞാനിത് പടത്തിൽ ഈ പാട്ടുണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യമില്ലല്ലോ. ജയൻ പാടിയെന്ന് വെച്ചാൽ ജയനൊക്കെ പാടി എൻ്റെ പ്രതിഭ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ പടം റിലീസായി. ഈ പാട്ട് പാടുന്നത്, സിനിമയിൽ പാടുന്നത് കവിയൂർ പൊന്നമ്മ മേനകയാണ്, ശബ്ദം ജാനകിയമ്മയുടെ. ഇത് കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഹേയ്, ഞാൻ ജയനാ. പടം ഇറങ്ങിയില്ലേ? എൻ്റെ പാട്ടില്ലല്ലേ? കൊച്ചു പിള്ളേരൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു, ജയനതേ പാട്ടില്ല എന്നുള്ളതല്ലത്. അല്ല, എന്നാലും ഭയങ്കര കടുകയപ്പോൾ ചെയ്ത് നല്ല പാട്ടില്ല ഇഷ്ടമാണ്. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പടത്തിന് എന്ത് കുഴപ്പം വരാൻ പോകുന്നേ? പുള്ളി അങ്ങ് ഇമോഷണലാകുക. ആ ഒരു പടത്തിൽ നിന്നോട് എന്ത് ബുദ്ധിമുട്ടാണ് നിൽക്കുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ പുള്ളി ദേഷ്യപ്പെടുമെന്ന് എനിക്കറിയാം. ഞാൻ ജയൻ അങ്ങനെയല്ല സംഭവം. അല്ല, എന്ത് തന്നെ ആ പാട്ട് അത് ഞാൻ പാടി അത്ര മോശമാണോ? അതോ ഞാൻ നിങ്ങൾ പാടിയതിനെ പറ്റി അല്ലാതെ പടത്തിൽ എന്നുള്ള സിറ്റുവേഷൻ എന്താ പിന്നെ എന്തിനാണ് പാടിച്ചത്? ഞാൻ അതിൻ്റെ തെറ്റാണ്, ഞാൻ നിങ്ങളോട് പറയണമായിരുന്നു. ഇത് പടത്തിൽ കാണത്തില്ല എന്ന് പറയാൻ പറ്റിയില്ല. സത്യമാണ്. അയ്യേ, ഭയങ്കര ചീത്തയായിപ്പോയി, വലിയ കഷ്ടമായിപ്പോയി, വലിയ വിഷമം കേട്ടോ. ഞാൻ പതിക്കങ്ങ് ഉണ്ടായിരുന്നു, ഈ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്നറിയാം. പക്ഷേ ഒരാൾക്കൊരു പാട്ടിനെ ഇഷ്ടപ്പെടുകയും ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടവും അനിഷ്ടവും കൊണ്ട് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ജയൻ ഈ പാട്ടിനെ ഇത്രയും, ഞാനാണെങ്കിൽ ഉണ്ടായില്ലല്ലേ. ഉദാഹരണത്തിന് വിവാഹിതരീതിയിൽ എന്ന പടത്തിൽ അന്നത്തെ കാലത്ത് ഷൂട്ടിലായിരുന്നു ഷൂട്ടിങ്. തിലകൻ വളരെ വളരെ ബിസിയായ സമയമാണ് അന്ന്, വളരെ ബിസി. ഞാൻ വിളിച്ചു പറഞ്ഞു, തിലകൻ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, വിളിച്ചത് നന്നായിരിക്കും, എനിക്കൊരു 4 ദിവസം മതി. എവിടെയാണ് ഷൂട്ടിങ്? പുള്ളി ഭയങ്കര ബിസി. ഞാൻ ഊട്ടിയിലോ? അയ്യോ, ഊട്ടിയിലോ? എൻ്റെ വർക്ക് മുഴുവൻ കേരളത്തിലാണല്ലോ. അല്ല, എന്നാൽ നിങ്ങൾ എൻ്റെ പറഞ്ഞില്ലേ, ഞാൻ വരാം. പുള്ളി വളരെ ബുദ്ധിമുട്ടി ഈ 18 ഹെയർ പിൻ കയറുവാൻ കയറി വന്ന് അഭിനയിച്ച് പോയതാണ്. പടം എല്ലാം കഴിഞ്ഞ് എഡിറ്റിങ് കഴിഞ്ഞപ്പോൾ ഇട്ട് കണ്ടപ്പം നിവൃത്തിയില്ല. ചില സാങ്കേതികമായ കാരണങ്ങളാൽ പടത്തിന് ലെങ്തും കൂടെ വന്നപ്പോൾ എനിക്കത് മാറ്റിയേ പറ്റൂ. എൻ്റെ എഡിറ്റർ പറഞ്ഞു, സാർ ഒരു നിവൃത്തിയില്ല, ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രക്ഷപ്പെടാം. ഇത് മാറ്റിയില്ലെങ്കിൽ മറ്റു പലതിനും നമ്മൾ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം, അപ്പോൾ വീണ്ടും പടത്തിന് ലെങ്ത് കൂടും. അപ്പം ഞാനും പടത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ മെറിറ്റ് നോക്കുകയുള്ളൂ. അപ്പം ഞാനൊന്ന് പറഞ്ഞു നോക്കാം അദ്ദേഹത്തിൻ്റെ ഇത്. എനിക്ക് വളരെ വിഷമമായിരുന്നു അത്. നിങ്ങളുടെ കാര്യത്തിൽ എൻ്റെ ഒരു പ്രായമൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ വിഷമിപ്പിക്കാൻ പാടില്ല. അപ്പം ഞാൻ വിളിച്ചു, ആശാനെ രാവിലെ
ഞാനൊരു കാര്യം പറയുകയാണ്, നല്ല രീതിയിൽ എടുക്കണം. അത് നമ്മൾ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. എങ്ങനെ നമ്മുടെ ക്യാരക്ടർ നന്നായിട്ട് വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ക്യാരക്ടർ നന്നായിട്ടുണ്ടോ, വളരെ നന്നായിട്ടുണ്ടോ, നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, അതുകൊണ്ട് ഞങ്ങൾ വിട്ടത്. ആൻറ്റി അത് എടുത്തപ്പോൾ തോന്നിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തുപറ്റി? ഞാൻ പറഞ്ഞത് ഈ സാങ്കേതികമായ കാരണങ്ങളാൽ ആശാൻ്റെ പോർഷൻ ഞാൻ ആശാനെന്നാണ് വിളിക്കുക. രണ്ടുപേരെ ആശാനെന്ന് വിളിക്കാറുള്ളൂ, ഒന്ന് തെലുഗനെയും ഒന്ന് ഭരത് ഗോപിയും. ഞാനത് എനിക്കിപ്പോൾ ഒന്ന് ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു. എന്താ അത്? ഞാൻ പറഞ്ഞു സാങ്കേതികമാണ്, ലെങ്ത്, അല്ലാതെയും ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു ക്ഷമാപണത്തോടെ എന്താ മിസ്റ്റർ മേനോൻ, മിസ്റ്റർ മേനോൻ എന്ന് വിളിക്കുള്ളൂ. എന്താ മിസ്റ്റർ മേനോൻ പറഞ്ഞേ? പടത്തിലേക്ക് പറ്റുന്നില്ല, നിങ്ങളല്ലേ എൻ്റെ സംവിധായകൻ, നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. അത് അനവസരത്തിൽ കൊണ്ടിട്ടിട്ട് ആൾക്കാർ അതിനെപ്പറ്റി മോശം പറഞ്ഞേക്കാൻ നല്ലതല്ലേ, അതിന് മുമ്പേ ഇത് മാറ്റുന്നത് എന്നാണ് പുള്ളി പറഞ്ഞത്. അത് ഓരോരുത്തരുടെ രീതിയാണ്. തിലകൻ അങ്ങനെ എടുത്തു, പക്ഷെ ജയചന്ദ്രൻ ഭയങ്കര വെപ്പായിപ്പോയി. ഭയങ്കര പണിയാണെന്ന് എനിക്ക്. നല്ലൊരു പാട്ട് എന്നെ കൊണ്ട് പാടിച്ചിട്ട് ആ പാടി എന്താ കുഴപ്പമാപ്പെട്ടെ പുള്ളി മറ്റേ അതേ മൂടി നിൽക്കുക. ആ പാട്ട് ഞാൻ പാടിയോണ്ട് എന്തോ പാട്ട് പെട്ടെന്ന് എന്താ സംഭവിക്കാൻ പോന്നേ നിങ്ങൾ പറ. ഞാൻ പാടിയാൽ 3 മിനിറ്റിലെ കേസല്ലേ ഉള്ളൂ, ഇരിക്കാൻ ഞാൻ. പക്ഷേ അതന്ന് തമാശയിലെടുത്തു. പക്ഷേ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു സംഭവം, ഞാൻ ഈ പാട്ട് പകർത്തും. പിന്നെ ഞാൻ ഈ പാട്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് പാട്ടിലൊന്നാണ് ഈ പാട്ട്. ബിക്കോസ് എൻ്റെ നല്ല സുഹൃത്തായ ജോൺസണിൻ്റെ പാട്ടാണ്. അപ്പം അതിൻ്റെ കമ്പോസിങ് സമയം എനിക്ക് നല്ല ഓർമ്മ എനിക്കുണ്ട്. അപ്പം ഞാനങ്ങ് വിടാമെന്ന് വിചാരിച്ചു. പക്ഷേ അതാണ് ഇഷ്ടം എന്ന് പറയുന്ന സാധനത്തിൽ നമുക്കൊന്നും ഐ ലവ് യു എന്നൊക്കെ ചുമ്മാ വാക്കാൽ പറഞ്ഞാൽ പോരാ. നമുക്ക് മനസ്സുകൊണ്ട് ഐ ലവ് യു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മുറുകെ പിടിക്കും. ജീവൻ പോയാലും പെടത്തില്ല പിന്നെ എന്ന് പറയുന്നത് ഈ പാട്ടിന് നടത്തുന്നുള്ളൂ. അപ്പം ഞാനത് ജയൻ 1-2 വേദികളിൽ പാടുന്നുണ്ട്. ഏത് ഒരു വേദിയിൽ പാടുമ്പോൾ ദാസേട്ടൻ ഉണ്ട് വേദിയിൽ, മോഹം കൂടി. അത് എനിക്ക് ജയൻ പാടിയപ്പം ജയൻ കുറച്ച് ഇഴച്ചാവാണ് പാടുന്നത്. അത് ഈ റെക്കോർഡിലെ ടെമ്പോ ഇല്ല. കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൻ മധു തേടിപ്പോയി, ഈ സാധനമുണ്ട്. അത്ര എളുപ്പമല്ലത്. അങ്ങനെ എൻ്റെ സുഖമില്ലാതെ ഞാൻ അറിഞ്ഞു. സുഖമില്ലാതെ ഞാൻ അറിഞ്ഞു. പിന്നെ പത്രത്തിലേക്ക് എഴുതി വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ സന്തോഷ സഹചാരിയാണ് മനോഹരൻ, വിളിച്ചു ചോദിച്ചു ജയന്. സാർ അങ്ങനൊന്നുമില്ല സാർ, പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ടെന്നുള്ളതല്ല, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴോ ഏതോ ഒരു വിദ്വാൻ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇട്ടു. അതെന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഞാൻ അങ്ങനൊരു ജയചന്ദ്രൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കാണുന്ന ജയചന്ദ്രൻ നല്ല തക്കിട് മുട്ടനമാതിരി ചില ഊരുണ്ട് കൊഴുത്ത് 2 സൈഡിലും വിശാലമായ കവിളൊക്കെ, ഒരു 3-4 ഏക്കർ കവിള് സ്വന്തമായിട്ട് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. എല്ലാം കൊണ്ടും സുന്ദരൻ, വേറെ സംശയമില്ല. നല്ല രസമാണ്, കണ്ടുപിടിക്കുന്ന രസമാണ്. അത് മുഴുവൻ ഡ്രെയിനോട്ടായി പോയി. ഒരു മുഖം കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ടായി. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഇദ്ദേഹത്തിന് സുഖമില്ലാതായിക്കണ ശേഷം ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഇദ്ദേഹം സുഖമില്ലാതിരിക്കുമ്പോൾ പാടുന്ന ആ പാട്ട് ഞാൻ കാണുക. മോഹം കൊണ്ടു ഞാൻ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി ചാരേ തളിരാന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. പാടിയിട്ട് ഒരു സന്തോഷമുള്ള ചിരിയുണ്ട് കേട്ടോ, ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കൊണ്ട് എത്തിച്ചു എന്നുള്ള അല്ലേ. ഭയങ്കരമായിട്ട് എനിക്കിത് കണ്ട ദിവസം എനിക്ക് ത്രൂ ഔട്ട് ദി ഡേ വാസ് ടോട്ടലി അപ്സെറ്റ്. കാരണം ആ ആഗ്രഹം, ആ കലാകാരൻ്റെ മനസ്സിനകത്തുള്ള ഒരു തീവ്രത, ആ പാടി അത് കൈയടിക്കുകയും ചെയ്തു. പിന്നെ ആ ഹൈപ്പിച്ച് കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി കൊച്ചു പിള്ളേർക്ക് മിഠായിട്ടാണ് ആ കൈപ്പോയി. പാട്ട് അതെ 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 അത് ഈ പറഞ്ഞ പാട്ട് കറക്റ്റ് തന്നെ. കൂടെ പാടിയത് പ്രേമയാണ്. ആ പ്രേമ എന്നുള്ള പേര് പിന്നെയും പാടിയിട്ടുണ്ട്. അത് അറിയപ്പെടുന്നൊരു പാട്ടാണ്. അത് നമുക്കിപ്പറിയില്ല. കുഞ്ഞാലി കറക്റ്റ് അതിന്
ഒരു മുല്ലപ്പൂമാലെ നീന്തി 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 വന്ന അല്ലേ, ഒന്നാം കടലിൽ മുങ്ങാൻ കൊഴിയിട്ട് ഒന്നാം തിരമാല അല്ലേ, അതാണ് യേശുദാസിൻ്റെ. അറ്റൻഷൻ പെണ്ണെ അറ്റൻഷൻ അല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് വന്നത് MP ശ്രീനിവാസനാണോ? MBS. ചിത്രം കാൽപ്പാടുകൾ ശരിയല്ലേ? അറ്റൻഷൻ, അതെ അറ്റൻഷൻ, ജാതിഭേദം അത് വേറെ അതല്ല. ഇത് MBS ആണ്. അറ്റൻഷൻ പിന്നെ അറ്റൻഷൻ. ഇതിലാണ് യേശുദാസും ശാന്ത പി നായരും. ഈ രണ്ട് പാട്ടിലും ആദ്യത്തെ, അതായത് യേശുദാസിൻ്റെയും ജയചന്ദ്രൻ്റെയും രണ്ടുപേരുടെയും ആദ്യ പാട്ടിൻ്റെ ചിത്രീകരണത്തിൽ ഒന്നാരാ? ഒരാളാ. അതൊരു നല്ല രസമുള്ളായിരുന്നില്ലേ? രണ്ടുപേരുടെയും ആദ്യ ഗാനത്തിൻ്റെ ചിത്രീകരണത്തിൽ അഭിനയിച്ച നടൻ ഒരാളാ. എല്ലാവരും അതേ ഇല്ല, എനി ചോയ്സ് കൊട്ടാരക്കരയില്ല. എനി ഗസ് പറയാൻ ബുദ്ധിമുട്ടത് പറയാമോ? ഓർമ്മ നിശ്ചയോ? ഇപ്പോഴറിയുന്നു ഞങ്ങളത്. നെല്ലിക്കോട് ഭാസ്കരൻ. രണ്ടുപേരുടെയും ആദ്യ പാട്ട് സിനിമയിൽ കൊണ്ടുവന്ന ആള് നടൻ നെല്ലിക്കോട് ഭാസ്കരനാണ്. പിന്നീട് രണ്ടിൻ്റെയും ഒരേ ലിറിസിസ്റ്റ് അറിയണം. രണ്ട് പാട്ടുകൾ എഴുതിയത് ഒരു കവിയാണ്. അപ്പം അത് നന്നായില്ലേ ക്യൂസ്? എനി ഐഡിയ? ഓയോ ഭാസ്കര മാഷ് രണ്ടുപേരുടെയും അതായി. പിന്നെ അത് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താ ഉണ്ടല്ലോ, വിദ്യാഭ്യാസമുണ്ട് ജയചന്ദ്രന്. ഗ്രാജുവേഷൻ. എവിടെ പഠിച്ചേ? ഉടനെ പറ. കറക്റ്റ് 5 പോയിന്റ്. അത് സമ്മതിച്ചു. കറക്റ്റ്. ഇനി അവിടെ ക്രൈസ് കോളേജ്. ഇത് വിഷയം എന്തായിരുന്നു? എന്നാരും പറഞ്ഞു? അടുത്ത് വന്നിട്ടുണ്ട്. ഇത്രയും കിട്ടി എങ്ങനെ ഓർത്ത് വെച്ചത്? ഇത്രയും ഓർത്ത് വെച്ച എങ്ങനെ? അദ്ദേഹം സുവോളജി ആയിരുന്നു മെയിൻ. കെമിസ്ട്രി എൻ്റെ സബ്സിഡറി പാരിവേർ. അതെ. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും പറയാമെങ്കിൽ ഞാൻ പ്രത്യേക സമ്മാനം തരും. എനിക്കും ജയചന്ദ്രനെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത്ര ഞാൻ അന്വേഷിച്ചത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത് അതിൻ്റെ ജയനെ ചുറ്റിപ്പറ്റിയുള്ള ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്കൊരു പ്രത്യേക കൗതുകമുണ്ട്. നമുക്ക് നമ്മുടെ നക്ഷത്രത്തെ പറ്റി പാടാൻ പറ്റിയെങ്കിരിക്കും. ആണോ? അല്ലല്ല, ഞാൻ ചോദിച്ച ചോദ്യമല്ല. അദ്ദേഹത്തിന്റെ നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാഭരണം ഇവിടെ ആരാ പറഞ്ഞേ? അശ്വതി നിങ്ങൾ പറഞ്ഞില്ലേ? അതിനൊരു ബന്ധമുണ്ട്. അശ്വതി നക്ഷത്രമെന്ന അല്ലല്ല, ആ പാട്ടും ജയചന്ദ്രന്റെ ജീവിതമായിട്ടൊരു ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ നക്ഷത്രമാണ്. 2 മക്കൾ അദ്ദേഹത്തിന്. മകൾ അശ്വതിയും മകൻ ദിനനാഥനും.
മകളുടെ നക്ഷത്രം, മകളുടെ നക്ഷത്രത്തിലും പാടാനുള്ള ഭാഗ്യമുണ്ട് അച്ഛനാണ്. അത് അല്ലേ രസമുള്ള കാര്യമല്ലേ അത്? സ്വന്തം നക്ഷത്രത്തിലും പാടാൻ പറ്റി. ഞാൻ ഇത്രേ പറയാൻ ആഗ്രഹിച്ചുള്ളൂ. ഇനി എനിക്ക് എന്നെ സംബന്ധിച്ച്, ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് മാത്രം അദ്ദേഹത്തോട് ഭയങ്കരമായ ആദരവും സ്നേഹവും. കാരണം നമ്മൾ പ്രവർത്തിക്കുന്ന സിനിമാ രംഗം പുറമേ നിന്ന് കാണുന്ന ഗ്ലാമർ അല്ലാതെ അകത്തോട്ട് കയറിയ വലിയ ബുദ്ധിമുട്ടാണ്. കൺമുന്നിൽ നിന്നു ചിരിക്കും, കാണാതെ വന്ന് കഴുത്തു ചിരിക്കും. അതാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകം. ആ ലോകത്ത് നമ്മൾ ഒരുപാട് ആത്മാർത്ഥമൊന്നും ആയിരുന്നു പ്രതീക്ഷയുണ്ട്. എല്ലാവരും എവരിബഡി ഈസ് യൂസിങ് ദ നെക്സ്റ്റ് പേഴ്സൺ ആസ് എ ലാഡർ. ഞാൻ 50 വർഷമേ കേട്ടോ. സോ എനിക്ക് ഐ എം എൻറ്റൈറ്റിൽഡ് ടു സ്പീക്ക് മൈ എക്സ്പീരിയൻസ്. നിങ്ങളെ ഉപയോഗിക്കാമോ? യൂട്ടിലൈസ് ചെയ്യുക, യൂസ് ചെയ്യുക. യൂസ് ചെയ്തോ, പക്ഷേ നട്ടലൊടിക്കരുതെന്ന് നമ്മൾ പറയുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് പോകുന്ന നട്ടൽ ഒടിച്ചത് കളയും. അതാണ് കൂടുതലും. അപ്പം അങ്ങനെയുള്ള ഒരു മേഖലയിലായതുകൊണ്ട് എനിക്ക് ഒരുപാട് കൊടുങ്കാറ്റ് കൊണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് കൊടുങ്കാറ്റ് കിട്ടുമ്പോൾ ഞാൻ എല്ലാം ഓർത്ത് വയ്ക്കും. എനിക്കിങ്ങനെ പല ഭ്രാന്തമുണ്ട്. അങ്ങനെ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ പിന്നെ ജയചന്ദ്രനെ പണ്ടേ എനിക്കിഷ്ടമാണല്ലോ. അപ്പം ജയൻ്റെ പാട്ടുകൾ, കുറച്ച് പാട്ട് ഞാൻ ഒന്ന് പാടിയാലോ? അങ്ങനെ ഒരു കുസൃതി. ഞാൻ പാട്ട് റെക്കോർഡ് ചെയ്തു, കേട്ടു, കുഴപ്പമില്ല. ജയചന്ദ്രൻ്റെ പാട്ട് നമ്മൾ പാടുമെന്നുള്ള പ്രത്യേകത അല്ലാതെ വേറെ ഒന്നുമില്ലോ. അപ്പം ഞാൻ കരുതി വെറുതെ കളയാതെ നമുക്കതിനൊന്ന് ഒരാൽബം ആക്കാമെന്ന് വിചാരിച്ചു. ആൽബം ആക്കണേ വിഷ്വൽ ചെയ്യണം, ഷൂട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും പുതുമ വേണമല്ലോ. അപ്പം നമ്മൾ പാടുന്നതായിട്ട് കാണിക്കുന്ന പുതുമയില്ലല്ലോ. അപ്പം ഞാൻ ഒരു ദിവസം രാത്രിയിൽ ജയനെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, ജയൻ, ഞാനിങ്ങനെ ഒരു സാഹസം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇത്ര പാട്ടുകൾ ഞാനൊന്ന് കയറി പാട്ട് റെക്കോർഡ് ചെയ്ത് തിരക്കേടില്ലെന്ന് ആൾക്കാർ പറയുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. ആണോ? ഏതൊക്കെ പാട്ട് പാടിയോ? അപ്പോൾ ആ കൗതുകം കാണും. പുള്ളി കൊച്ചു പിള്ളേരെ നേരെയാ. ഏതൊക്കെ പാട്ട് പാടിയോ? ആ പാട്ട് പാടിയോ? ഇത് പാടിയോ? സ്പീഡാണല്ലോ. മറ്റേ പാടിയില്ല. ആ പാട്ടുകൾ പാടണ്ടായിരുന്നു, നിങ്ങൾക്ക് നന്നായി ചെയ്യും എന്നൊക്കെ നമ്മൾ എൻകറേജ് ചെയ്തു. ഞാൻ ഇപ്പോൾ തക്കാലം 9 പാട്ടാണ് പാടിയത്. എല്ലാവരും ഇഷ്ടപ്പെട്ട് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ഉടനെ കയറിയിട്ട് ഇത് ഒരു രീതി ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പം ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇതൊന്ന് ആൽബം ആക്കിയോ കൊള്ളാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്തൊരു പാട്ട് ഞാൻ ഒന്ന് കമ്പോസ് ചെയ്യാൻ പോവാം. അത് നിങ്ങളൊന്ന് പാടണം. ആ പാടാലോ, എന്താ കുഴപ്പം, പാടാം. നിങ്ങളെന്ന് അങ്ങോട്ട് വരുന്നേ? മദ്രാസിൽ. ഞാൻ ഉടനെ മദ്രാസിലേക്ക് ഞാൻ ഉടനെ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് വരണ്ടേ? ഞാൻ പക്ഷേ നിങ്ങളുടെ ഒരു വോയിസ് വേണം അതിനകത്ത് ഫ്രഷ്. ഞാൻ എന്തായാലും ഞാൻ പിന്നെ വിളിക്കാം എന്ന് വെച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞില്ല. അതാകുമ്പോൾ പറയേണ്ട സമയം രീതി എന്നൊക്കെ പറഞ്ഞത്. അടുത്ത ദിവസം ഞാൻ ഇന്നലെ ആലോചിച്ചപ്പോഴേ ഏതായാലും ജയനൊരു കാര്യം, ജയൻ ഇവിടെ ഒന്ന് പാടിയാൽ മതി. ഞാൻ ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടി കമ്പോസ് ചെയ്യാം. ബിച്ചുനെ കൊണ്ട് എഴുതിച്ചു. എനിക്കൊരു ചെറിയ അഭിപ്രായമുണ്ട്, നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്താണ്, നിങ്ങളുടെ പാട്ടുകൾ ഞാൻ പാടുമല്ലോ, വിഷ്വൽ പാടുമല്ലോ. അതെ, പാടുമ്പോൾ നിങ്ങൾ ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന രീതിയിലാണെങ്കിൽ ഞാൻ പാടുന്നു, ഞാൻ എന്ത് പറഞ്ഞു, നിങ്ങളുടെ പാട്ട് പാടുന്നു. ജയചന്ദ്രൻ എന്ന ഗായകൻ്റെ പാട്ട് ഞാൻ പാടുന്നു. ഞാനൊരു സംവിധായകനാണ്, അല്ലെങ്കിൽ ഒരു നടനാണെന്ന് വെച്ചോളൂ. അതിൻ്റെ കാരണഭൂതനായ പാട്ടുകാരൻ കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ലോകത്തിങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇല്ല, സത്യമാണ്. ഒരാളെ പറയൂ പാടുന്നു, ആരും പാടുമോ? വേണേ പിന്നെ ഇയാൾ പാടുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ, എന്നേ ചിന്തിക്കുള്ളൂ. സിനിമയിലെ രീതി അതൊക്കെയാണ്. അത് നല്ല ഐഡിയ ആണല്ലോ, നല്ല ഐഡിയ. അത് നമുക്കെടുക്കാം. പുള്ളി ഒരക്ഷരം പറഞ്ഞില്ല. വന്ന് 3 ദിവസം ട്രിവാൻഡ്രത്തിന് വേണ്ടി വന്നു. 3 days ഞങ്ങൾ കോവളത്തും എല്ലാം ഇങ്ങനെ കൊണ്ട് പോവുക. രസമാണ്. പക്ഷെ പുള്ളി സഹകരിച്ചു. ലോകത്തൊരാൾ ചെയ്യൂ.
ഒരു അങ്ങയുടെ വിശാലമായ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ തലകുനിക്കുകയാണ്. ആരും ചെയ്യില്ല. എന്നിട്ട് ഞാനിത് ആൽബം ഇവിടെ എറണാകുളത്ത് വെച്ച് ഞാൻ റിലീസ് ചെയ്തത്. അന്ന് പുള്ളി വാസ് സോ ഹാപ്പി. പാടാനെന്തു സുഖം, പാടാനെന്തു സുഖം, അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ കരയുന്നരാക്കിളിയേ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ മധുമാസ ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളിത്തേരിൽ കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ ഏതു സ്വപ്ന പുഷ്പവനം നീ തിരയുന്നു, ഏത് രാഗകൽപ്പനയിൽ നീ മുഴുകുന്നു, വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു. അരിപ്പെണ്ണേ നിരിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി വാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പ്രേമിക്കുന്നു, മധുചന്ദ്രികയുടെ ഛായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഇന്ദുവദനെ നിന്റെ നീരാട്ടു കടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ, നീ ചെന്നിറങ്ങുമ്പോ നീലപ്പൂങ്കാവുകൾ നിന്നെ പുണരുമ്പോ ആകത്തൊടുക്കുമെൻ മലയാളത്തിന്റെ അഴകൊന്നു കണ്ടോട്ടെ. മനുഷ്യ ഹേ മനുഷ്യ, വലിച്ചെറിയൂ നിന്റെ വിഷപാത്രം. എനിക്ക് ഇന്നത്തെ ദിവസം അദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹം, നന്ദി എല്ലാം ഞാൻ റോസസ് ഫാമിലി ക്ലബിൻ്റെ പേരിൽ ഞാൻ പ്രകടിപ്പിക്കുന്നു.